സ്നേഹം നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാതാപിതാക്കളെ അനുസരിക്കണോ വേണ്ടയോ? ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം എന്ന കാലത്ത് മാതാപിതാക്കളെ കേൾക്കണോ വേണ്ടയോ എന്നത് ഒരു വലിയ സംവാദ വിഷയമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. ഉത്തരം അത്ര ലളിതമല്ല. അനുസരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അനുസരിക്കുക എന്നാൽ അടിമയാകുകയല്ല. മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുക എന്നല്ല. 20-25 വർഷം മുൻപുള്ള ലോകത്തിലാണ് അവർ ജീവിച്ചതും പഠിച്ചതും. ഇന്ന് AI-യും ഇൻസ്റ്റഗ്രാമും മെറ്റാവേഴ്സും ഉള്ള ലോകമാണ്. അവർക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ അവർക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയില്ല: ജീവിതം. തോൽവി എന്താണെന്നും ചതി എന്താണെന്നും പട്ടിണി എന്താണെന്നും കഷ്ടപ്പെട്ട് ഒരു കുടുംബം പോറ്റുക എന്നാൽ എന്താണെന്നും അവർ നേരിട്ട് അനുഭവിച്ചവരാണ്. നിന്റെ ഫോൺ വാങ്ങിത്തരാൻ അവരെത്ര രാത്രി ഉറക്കം വിളിച്ചിട്ടുണ്ടാകും എന്ന് നീ ആലോചിച്ചിട്ടുണ്ട്? അതുകൊണ്ട് അനുസരിക്കുക എന്നാൽ ബഹുമാനിക്കുക എന്നാണ്. അവരുടെ അനുഭവത്തെ വിലമതിക്കുക. എപ്പോഴാണ് എതിർക്കേണ്ടത്? മാതാപിതാക്കൾ പലപ്പോഴും ശരിയാവണമെന്നില്ല. ചിലപ്പോൾ അവരുടെ പേടിയും സമൂഹം എന്ത് പറയും എന്ന ചിന്തയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകാറുണ്ട്. പഠിച്ചിട്ട് സർക്കാർ ജോലി വാങ്ങണമെന്ന് മാത്രം പറയുന്ന അച്ഛൻ നീ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ലോകം കീഴടക്കുന്നത് കാണാത്തത് കൊണ്ടാണ്. ആ ചെക്കനെയോ അല്ലെങ്കിൽ പെണ്ണിനെ കെട്ടരുത് എന്ന് പറയുന്ന അമ്മ ജാതിയും മതവും നോക്കി നിന്റെ സന്തോഷം ഇല്ലാതാക്കുന്നതാകാം. ഇവിടെയാണ് നീ സംസാരിക്കേണ്ടത്. അനുസരണക്കേട് കാണിക്കരുത്. ആശയവിനിമയം നടത്തുക. നിന്റെ പ്ലാൻ B എന്താണെന്നും റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക. നീ ഒരു കുട്ടിയുള്ള അല്ല, ഉത്തരവാദിത്തമുള്ള ആളാണ് എന്ന് തെളിയിക്കുക. ഇന്നത്തെ കാലത്തെ അനുസരണം പഴയ കാലത്തെ പോലെ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കണമെന്ന ഏകാധിപത്യമൊന്നും ഇന്നില്ല. ഇന്ന് വേണ്ടത് പരസ്പര ബഹുമാനമാണ്. നീ അവരോട് കയർത്ത് സംസാരിക്കുമ്പോൾ ഒരു ദിവസം നിന്റെ മക്കളും നിന്നോട് അങ്ങനെ തന്നെ ചെയ്യും. കർമ്മ ഈസ് റിയൽ. അവർ നിനക്ക് വേണ്ടി മാറ്റിവെച്ച സമയവും പണവും സ്നേഹവും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്: അവരെ കേൾക്കുക. അവരുടെ ഉപദേശം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അവസാനം തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. പക്ഷേ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കാൻ 5 മിനിറ്റ് എടുക്കുക. അതാണ് യഥാർത്ഥ അനുസരണം. മാതാപിതാക്കളെ അനുസരിക്കണോ? തീർച്ചയായും വേണം, അനുസരിക്കണം. പക്ഷെ കണ്ണടച്ചല്ല, കണ്ണു തുറന്ന്. അവർ ദൈവമല്ല, തെറ്റുപറ്റുന്ന മനുഷ്യരാണ്. പക്ഷേ ഈ ലോകത്ത് നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന 2 മനുഷ്യർ അവർ മാത്രമായിരിക്കും. ഒരു ദിവസം അവർ ഇല്ലാതാകുമ്പോൾ അന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നരുതല്ലോ. അല്ലെങ്കിൽ അന്ന് എൻ്റെ കാര്യം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമായിരുന്നുവെന്ന് തോന്നരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ സംസാരിച്ചു തുടങ്ങും അനുസരണയോടെ. പക്ഷേ സ്വന്തം നട്ടെല്ല് വളയ്ക്കാതെ. കാരണം നിന്റെ ജീവിതം ജീവിക്കേണ്ടത് നീയാണ്. പക്ഷേ നീ ഇന്നിവിടെ നിൽക്കാൻ കാരണം അവരാണ്. ഓർക്കുക, ബഹുമാനം കൊടുക്കുക, സ്നേഹം കാണിക്കുക. പക്ഷേ സ്വപ്നങ്ങളെ കൊല്ലാൻ ആരെയും അനുവദിക്കരുത്. അത് മാതാപിതാക്കളാണെങ്കിൽ പോലും. സ്നേഹം നിറയട്ടെ.